ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഗവൺമെൻറ്റിനെയോ പ്രതിക്കൂട്ടാനാക്കാൻ ഒരായുധവും ഇല്ലാതെ സ്വന്തം പ്രതിക്കൂട്ടിലായ ഇതുപോലൊരു പ്രതിപക്ഷം ഈ ഭൂമുഖത്ത് വേറെ എവിടെയെങ്കിലുണ്ടോ? അല്ല, ഇത് കേൾക്ക്, ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ ഉണ്ടോന്ന് എവിടെയെങ്കിലുണ്ടോ? ഉണ്ടോ? ആ, കേട്ടില്ല. മതി, അത് മതി. ഇനി ഞാൻ ചോദിച്ചു ഇതുപോലെ ഇതുപോലെ വീട്ടിലായി പോയ ഒരു പ്രതിപക്ഷം വേറെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ, അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന്. ഞങ്ങൾ എടുക്കുന്നല്ലേ പറഞ്ഞാൽ നടപടി എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. നിങ്ങൾ പറയുന്ന പോലെയല്ല എടുക്കുക. ഞങ്ങളുടേതായ നിലപാടുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സംഘടനാപരമായിട്ട് നിലപാട് സ്വീകരിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ പഠിപ്പിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതിലൊന്നും ബേജാറാവണ്ട. ജയിലിൽ നിന്ന് പുറത്തു വന്നാലും പുറത്ത് വന്നില്ലെങ്കിലും ഉള്ളിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ സൂക്ഷ്മമായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പത്രമാധ്യമത്തിൻ്റെ പിന്നിൽ പോയിട്ട് നടപടിയെടുക്കാനൊന്നും CPIM ഇല്ല. അതാ കാര്യം. ആ, ഇത് മാതൃക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാതൃകയോ? എന്ത് മാതൃക? ജയിലാകുന്നതിന് മുമ്പ് അവൻ്റെ മുമ്പിൽ ഇവരെ മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികൾ കെട്ടിക്കിടന്നിട്ട് അവസാനം കെട്ടിക്കിടന്നതിൻ്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം തെളിവ് മുഴുവൻ പുറത്തു വന്നതിന് ശേഷമാണ് UDFകാർ അയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചു എന്ന് വരുത്തിയത്. അല്ലാണ്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതെ, മുഖം രക്ഷിക്കാന്ന് പറഞ്ഞാൽ മുഖം രക്ഷിക്കുക, അങ്ങനെ പരിപാടി നമുക്കില്ല. വെറുതെ മുഖം രക്ഷിക്കേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. CPIM സംബന്ധിച്ചിടത്തോളം മുഖത്തിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് രക്ഷിക്കേണ്ട വേറെ ഒരു കരസേവ നടത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇതിൻ്റെ അത് ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അന്നുമില്ല, ഇന്നുമില്ല.